വീണ്ടും കൂട്ടസംസ്കാരത്തിനൊരുങ്ങി വയനാട്. 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കും. തിരിച്ചറിഞ്ഞ 172 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരണസംഖ്യ 400 കടന്നു. തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ. ഖനനത്തിനും കയ്യേറ്റത്തിനും സർക്കാർ നിയമവിരുദ്ധ സംരക്ഷണം നൽകി. പരിസ്ഥിതി ലോല പ്രദേശത്തിന് പ്രാധാന്യം നൽകില്ലെന്നും കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വിമർശനം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയം. യുവാവിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ്. മരിച്ച നെയ്യാറ്റിൻകര സ്വദേശിക്ക് രോഗമുണ്ടായിരുന്നതായി സംശയം. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം രൂക്ഷം. സംഘർഷത്തിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് നിരോധനാജ്ഞ. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ വെങ്കല പോരാട്ടത്തിന് ലക്ഷ്യസെൻ ഇന്നിറങ്ങും. അമേരിക്കയുടെ നോഹ ലൈൽസ് വേഗരാജാവ്. 100 മീറ്ററിൽ 9.79 സെക്കൻഡിൽ ഫിനിഷിംഗ്.